നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടിയിലെ വ്യാജ RC കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി കേസിലെ പ്രധാന പ്രതി നിസാർ. കേസിൽ തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുന്നത്. തിരൂരങ്ങാടി സബ് RT ഓഫീസിൽ പണപ്പിരിവിന് പ്രത്യേക സംഘമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ 3 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ടിയൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ, മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ടാർജറ്റ് എന്ന ഓൺലൈൻ ഷോപ്പ് ഉടമയായ തിരൂരങ്ങാടി സ്വദേശിയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലംതോട് താമസക്കാരനുമായ നെയ്യും, പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലന്റെ പുരക്കൽ ഫൈജാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേരെയും പരപ്പനങ്ങാടി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രധാന പ്രതിയായ നിസാറാണ് കേസിൽ ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ടെന്ന് മൊഴി നൽകിയിരിക്കുന്നത്. അനധികൃതമായി നേടുന്ന ഓരോ കാര്യത്തിലും പ്രത്യേകം തുക നിശ്ചയിച്ചാണത്രേ RT ഓഫീസിൽ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഏജന്റുമാരിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ട് പണം വാങ്ങുന്നതിന് പകരം ഈ ഉപജാപക വൃന്ദങ്ങളാണ് പണം സ്വീകരിക്കുക. ഓരോ ജീവനക്കാർക്കും അവർ നിർദ്ദേശിക്കുന്ന ആൾക്കാണ് പണം നൽകേണ്ടത്. ജീവനക്കാർക്ക് RT ഓഫീസർക്ക് എന്നിങ്ങനെ പ്രത്യേകം തുക നൽകണമെന്നും ഇത് പിരിച്ചെടുത്ത് ആഴ്ചയിൽ ഇവരുടെ വീടുകളിലെത്തിക്കണമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണിത്. വ്യാജ RC നിർമ്മിക്കുന്നതിന് ക്ലർക്കിന് 1000 രൂപയും ഓഫീസർക്ക് 2000 രൂപയുമാണ് നൽകുന്നതെന്ന് നിസാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വ്യാജ RC നിർമ്മാണത്തിന് സഹായിച്ച നെയ്യമിൻ്റെ തിരൂരങ്ങാടി സബ് RT ഓഫീസ് പരിസരത്തെയും ഫൈജാസിൻ്റെ ചെട്ടിപ്പടിയിലെയും കടകൾ പോലീസ് അടച്ചുപൂട്ടി. വ്യാജ RC നിർമ്മാണത്തിന് ഉപയോഗിച്ച 2 കമ്പ്യൂട്ടറുകളും ഹാർഡ് ഡിസ്കുകളും സ്കാനറുകളും പ്രിന്ററുകളും മറ്റു രേഖകളും RC വ്യാജമായി നിർമ്മിക്കാൻ ഉപയോഗിച്ച മറ്റു ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. നിസാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും RT ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. സംഭവത്തിൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ മാറ്റിയിട്ടുള്ളതായി സംശയിക്കുന്നതായും തിരൂരങ്ങാടി SHO KT ശ്രീനിവാസൻ പറയുന്നു. കേസിൽ നേരത്തെ 6 വാഹനങ്ങളാണ് പിടികൂടിയത്. കേസിന്റെ ഭാഗമായി പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ വ്യാജ RC നിർമ്മിച്ച് കൈമാറ്റം നടത്തിയിട്ടുണ്ടെന്നും CI പറഞ്ഞു. ഈ കേസിന്റെ വ്യാപ്തി വലുതാണെന്നും കൂടുതൽ പ്രതികളും വാഹനങ്ങളും പിടികൂടാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ മാസം 24-നാണ് തിരൂരങ്ങാടി ജോയിന്റ് RTO CP സക്കറിയ പോലീസിന് പരാതി നൽകിയത്. സംഭവത്തിൽ കേസെടുക്കാത്തതിനെ തുടർന്ന് ജൂലൈ 2-ന് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് RT ഓഫീസ് ഉപരോധമടക്കമുള്ള സമരം നടത്തിയതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. തുടർന്നായിരുന്നു വ്യാജ RC നിർമ്മിച്ച വാഹനങ്ങൾ പിടികൂടിയത്. നേരത്തെ RC ഉടമകൾ മാത്രം കേസ് ഒതുങ്ങരുതെന്നും ബന്ധപ്പെട്ട എല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നും മണ്ഡലം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ നിസാറിൽ നിന്നും പുറത്തുവരുന്ന വിവരമനുസരിച്ച് സബ് RT ഓഫീസിലെ ഉദ്യോഗസ്ഥരിലേക്കും ഇനി അന്വേഷണം വ്യാപിക്കും. ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് വ്യാജ RCക്കായി സഹായം നൽകിയതെന്നടക്കമുള്ള വിവരങ്ങൾ ഇനി പുറത്തുവരാനുണ്ട്. ഫൈനാൻസ് കമ്പനി പിടിച്ചെടുത്ത വാഹനങ്ങൾ ലേലത്തിലൂടെയും മറ്റും ചെറിയ തുകയ്ക്ക് നേടിയെടുത്ത വാഹനങ്ങൾക്ക് വ്യാജമായി RC നിർമ്മിച്ച് അത് ഔദ്യോഗിക സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുമാണ് RT ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് ലഭിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രേഖകളില്ലാത്ത വാഹനം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ മരണ ഓപ്ഷൻ വഴി അപേക്ഷ സമർപ്പിച്ച മരണ സർട്ടിഫിക്കറ്റും അനന്തരാവകാശ സർട്ടിഫിക്കറ്റും നൽകാതെയാണ് വ്യാജ RC നിർമ്മിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റും അനന്തരാവകാശ സർട്ടിഫിക്കറ്റും പരിശോധിക്കാതിരിക്കുവാനാണ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നത്. 7 വ്യാജ RCകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെങ്കിലും 100 കണക്കിന് വാഹനങ്ങളുടെ RCകൾ ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. നിസാറിൽ നിന്നും ഒരുപാട് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കടക്കം പങ്കുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇനി എത്ര പേർ പിടിയിലാകുമെന്നതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.